ഈ സാധാരണ പറയുന്ന ഒരു സംഗതിയുണ്ട്. പണ്ടൊക്കെ ഈ പള്ളികളിലും ദേവാലയങ്ങളിലും ഒക്കെ ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പുറത്തൊരുപാട് ആളുകളും അതിൻ്റെ 1% ആളുകൾ ഈ പള്ളികളിലും ദേവാലയങ്ങളിലും ഒക്കെ ആയിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നത്, അന്നൊക്കെ നമുക്ക് കണ്ണുമടച്ച് സാമാന്യേന ന്യായമായി പറയാമായിരുന്നു, കുറേ നല്ല ആളുകൾ ദേവാലയങ്ങൾക്കകത്തും അതിനോട് താല്പര്യമില്ലാത്ത കുറേ പേർ പുറത്തു വന്നു. ഇപ്പോൾ അങ്ങനെ പറയാനാവില്ല. കാരണം എല്ലാ സ്ഥലത്തും എല്ലാ തരത്തിലുള്ള ആളുകളും ഇങ്ങനെ പൂന്ത് വിളയാടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് ചില സ്ഥലങ്ങളിൽ ഭയങ്കര പർദ്ദയൊക്കെ ഇട്ട് മഫ്തയൊക്കെ ഇട്ട് ഹിജാബൊക്കെ ധരിച്ച് ഭയങ്കരമായി ഒരാളിനെ കാണാം. എന്നാൽ അതിൻ്റെ സീനൊന്ന് മാറുമ്പോഴേക്കും മലയാള സിനിമയിലെ പോലെ പിന്നെ ഹെയർ ഡൈ ഒക്കെ ചെയ്ത് മുടിയൊക്കെ പാറിപ്പറത്തി അല്പവസ്ത്രമൊക്കെ ധരിച്ച് അതേ ആമിന താത്തായെ കാണണം. അവിടെ വരുമ്പോൾ പേര് അമി, ഇവിടെ വരുമ്പോൾ ആമിനാമ്മ, ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ കാണാം. ഇതേ വിഷയം ഈ കാഷായ വസ്ത്രധാരികളിലും കാണാം. പണ്ട് നമ്മൾ സ്വാമിജിമാർ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ ബഹുമാനാദരങ്ങളുള്ളവരാണെങ്കിൽ ഇന്ന് അവരിൽ പലരുടെയും വായിൽ നിന്നും ഒരു മര്യാദയുമില്ലാത്ത തെറിയാണ് പ്രവഹിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജി താത്ത നാട് വിട്ടത്രേ. സർവ അസുഖങ്ങളും സാമാന്യേന ഒരു തരത്തിൽ ഭേദമായി. എന്നുവെച്ചാൽ വീഡിയോ ക്ലിപ്പ് എടുത്ത് അഭിരമിച്ച് അമ്പെയ്ത് കുതിരപ്പുറത്ത് കയറി ആനപ്പുറത്ത് കയറി ഉരുണ്ട് കാണിച്ച തോന്നിയാസങ്ങൾക്കെല്ലാം അറുതിയായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഒരു പാവപ്പെട്ടവൻ്റെ ജീവിതം കൂടി കോഞ്ഞാട്ടയാക്കിയാണ് ഇത്ത അഭിനയിച്ച് തകർത്തത് എന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരുമ്പോൾ അത്തരം പോസ്റ്റുകളിൽ വരുമ്പോൾ അല്ലാഹു അക്ബർ ഒന്ന് കാണേണ്ടതാണ്. എന്തൊരു അദബാണ്, എന്തൊരു മര്യാദയാണ്, എന്തൊരു ലജ്ജയാണ്, എല്ലാമാണ്. എന്നാൽ ആ സീനൊന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഒന്നെങ്കിൽ ദുബായിൽ പോയി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ ഈ ലജ്ജയ്ക്ക് പകരം ലജ്ജാവതിയെ നിൻ്റെ കള്ളക്കടക്കണ്ണിൽ എന്ന ഫ്രെയിമിനോടാണ് യോജിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. സംഗതി വലിയ ഗമയിൽ കയറി എല്ലാം തുറന്നു കാട്ടുന്നവളായി റീച്ചിനും ലൈക്കിനും ഷെയറിനും വേണ്ടി ഒരുത്തൻ്റെ ജീവിതം ഉന്മൂലനം ചെയ്ത് ഇല്ലാതാക്കി അവൻ്റെ കഥ കഴിച്ച ശേഷം ആദ്യ നിമിഷങ്ങളിൽ കുറച്ച് വാചകങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ നിന്ന് പിഴയ്ക്കാൻ നോക്കിയിട്ട് പറ്റില്ല എന്ന് മനസ്സിലായി. ഒരു തരത്തിലുമുള്ള സംരക്ഷണം കിട്ടുന്നില്ല. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒന്നെങ്കിൽ രാഷ്ട്രീയം സംരക്ഷിക്കാൻ വരും, ഇല്ലെങ്കിൽ മതം സംരക്ഷിക്കാൻ വരും, ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജ് കിട്ടും. എന്നാൽ ഇവിടെ അങ്ങനെ ആരും സംരക്ഷിക്കാൻ എത്തിയില്ല. ആ ഷിംജിത്താത്ത ഒരു പ്രത്യേക മതത്തിലെ ആയതുകൊണ്ട് ആ മതത്തിലുള്ളവരെല്ലാവരും സംരക്ഷിക്കാൻ വരുമെന്നോ പ്രതിരോധം തീർക്കുമെന്നോ എന്ന് വിചാരിച്ചിട്ടൊന്നും ഒന്നും നടക്കാതെ വന്നപ്പോൾ രായ്ക്ക് രാമാനം പെട്ടിയും ഒക്കെ തൂക്കി വിമാനത്തിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പോകുമ്പോൾ കുറച്ച് നാളായി ഈ പറയുന്ന ചിലർക്കൊരു പ്രശ്നം സംഭവിക്കാറുണ്ട്. ഈ കല്യാണം കഴിക്കുമ്പോൾ എപ്പോഴും പെണ്ണിനെ ചതിച്ച കഥ മാത്രമേ പുറത്ത് കേൾക്കാറുള്ളൂ. ആണ് ചതിയിൽപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. എന്നുവെച്ചാൽ ഈ കല്യാണ സമയത്ത് സാമ്പത്തിക സ്ഥിതി നോക്കിയോ അല്ലെങ്കിൽ മറ്റു പല ഘടകങ്ങളിൽ നോക്കിയോ ഏതെങ്കിലും പാവപ്പെട്ടവനോ മര്യാദക്കാരനോ ആയ ഒരു ചെറുപ്പക്കാരന് പ്രതിഭാധനത്വവും കാവ്യശില്പവും കാവ്യഭംഗിയും ശില്പചാതുരിയും പിന്നെ മന്ദമാരുതിയും എല്ലാമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കും. അന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ചിലപ്പോൾ അതല്ലാതെ നിർവാഹം ഉണ്ടാവില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ നിറയുന്ന പൂങ്കാവനത്തിൻ്റെ പൂത്താലത്തിൻ്റെ പുതുപെട്ടി എപ്പോഴും തുറക്കാം. അത് തുറന്നു കഴിയുമ്പോൾ ഈ കെട്ടിയ ഭർത്താവ് ഒരു അന്തർമാങ്കുഞ്ഞാവുകയും അവൾ ഒരു പ്രതിഭാധനത്വത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ഒരു ചാരുശില്പമായി മാറുകയും ചെയ്യും. ആ ശില്പത്തെ അനുഗ്രഹിക്കാൻ ആശീർവദിക്കാൻ ഒരുപാട് ശില്പികൾ പ്രത്യക്ഷപ്പെടും. അതോടുകൂടി ആദ്യത്തെ സൂക്ഷിപ്പുകാരൻ കോഞ്ഞാട്ടയായി മാറും. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത തരം കഥകൾ സമൂഹത്തിലുണ്ട്. ഇതെന്താണെന്നൊന്നും അറിയില്ല. ഏതായാലും ഈ കെട്ടിയ പയ്യനുമായി ഡൈവോഴ്സാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ മറുവശത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ചില രംഗപ്രവേശം എൻ്റെ അടുത്ത ചില സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഈ വിഷയത്തെ എല്ലാവരും മെറിറ്റിലാണ് കണ്ടതെങ്കിലും അധികം താമസിയാതെ സവിശേഷമായ ചില ജന്തുക്കൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നാവടക്കം മുമ്പ് പ്രത്യക്ഷപ്പെട്ടു. ദീപകിൻ്റെ ആത്മഹത്യ, ആ ദീപകിൻ്റെ ആത്മഹത്യയിൽ ബലാത്സംഗം ചെയ്യണം എന്നാണ് ആവശ്യം. അതായത് ഇങ്ങനെ വീഡിയോ ചിത്രീകരിക്കുന്നവരെ ബലാത്സംഗം ചെയ്യണം. അപ്പം നമ്മളെല്ലാവരും ന്യായമായി ചോദിക്കുമല്ലോ, ആര് ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാനുണ്ട് എന്ന് പറയാൻ തയ്യാറായാണ്
അജയ് ഉണ്ണി എന്ന് പറയുന്ന അദ്ദേഹവും BJPയുടെ പ്രവർത്തകനോ പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ തട്ടി നടക്കാൻ വയ്യാത്ത കാലമാണ്. അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് പോലും നാണക്കേട് തോന്നുന്നൊരു കാലമാണ്. ഏതായാലും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി പുള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്ന ഒരു നിയമം സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടാക്കി ലാരാച്ചാർമാരെ തൂക്കിക്കൊല്ലാൻ അയക്കുന്നത് പോലെ ബലാത്സംഗം ചെയ്യാൻ പുള്ളിയെ ഏൽപ്പിച്ചു വിടേണ്ടതാണ്. കാരണം അല്ലാതെ ന്യായമായി ചിലപ്പോൾ കല്യാണം കഴിച്ച് ഏതെങ്കിലും പെൺകുട്ടിയെ കൊടുക്കാൻ ഒരു രക്ഷകർത്താക്കളും പുള്ളിക്ക് തയ്യാറാകാത്തത് കൊണ്ടാവണം ഈ കുറ്റകൃത്യങ്ങളിൽ സ്വയമൊന്ന് കയറി ബലാത്സംഗം ചെയ്യാനുള്ള അവകാശം ചോദിച്ച് ഒരാൾ രംഗത്ത് വന്നിട്ടുള്ളത്. അയാളുടെ പ്രശ്നവും ഈ ഷിംജിത്ത് താത്തയുടെ പ്രശ്നം പോലെ തന്നെ പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യപ്പെടേണ്ടതാണ്.